സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമസ്കാരം, ഞാൻ സുധീഷ് എസ് നായർ. പ്രത്യേക വാർത്താ അവലോകന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മുഴുവൻ ഞങ്ങൾ പിടിക്കാൻ പോവാണ്, അതിൻ്റെ ആദ്യത്തെ തുടക്കമാണ് കർണാടകമെന്ന് പറയുകയും ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് ദക്ഷിണേന്ത്യയിൽ ഇനി രണ്ടാമത് പിടിക്കുന്ന കേന്ദ്രമായിട്ട് കേരളത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു അമിത്ഷായും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പക്ഷേ അവർക്കുണ്ടായിരുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു കേന്ദ്രം തന്നെ നല്ല നിലയിൽ തകർത്തിരിക്കുകയാണ് കർണാടകത്തിലെ ജനങ്ങൾ. അവർക്കുള്ളതൊക്കെ പോയി, നിങ്ങൾക്കോ വിത്തിന് വെക്കാൻ പോലും ഒരെണ്ണം കിട്ടിയോ? കഷ്ടമാണ് ഗോവിന്ദേട്ട, കഷ്ടം. ആകെ തോറ്റു തുന്നം പാടി നാണവും മാനവും പോയി, ഒരിടത്ത് പോലും വെളിച്ചം കാണാതെ പോയി. എന്നിട്ടാണ് ഈ വീമ്പൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ BJP ജയിക്കാനിടവന്നാൽ 2025 100 വർഷം പൂർത്തിയാക്കുന്ന RSS ഹിന്ദുത്വ അജണ്ട വെച്ച് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഭരണഘടനയെയും എല്ലാം തകർത്ത് ഇന്ത്യ ഒരു ഫാസിസത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമാണ്. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മേലെയാണ് ഇന്ത്യ. അപ്പോൾ അതിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഊർജം തീർച്ചയായിട്ടും കർണാടകത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ BJP വിരുദ്ധ ശക്തികൾക്ക് നേടാനായി എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇന്ത്യയിൽ BJPയെ തകർക്കാൻ സാധിക്കുക കോൺഗ്രസിനാണ് എന്ന വാദം, അത് കേവലമായിട്ടൊരു വാദം മാത്രമാണ്. അതിന് നിങ്ങൾ ഏതൊക്കെ സംസ്ഥാനത്തുണ്ട്? കേരളം കൂടി എടുത്ത് തോട്ടിൽ കളഞ്ഞാൽ തീർന്നു. ഇപ്പൊ പല്ലുപോയ സിംഹങ്ങളാണെങ്കിലും കോൺഗ്രസ്സുകാരെ ഉള്ളൂ ചെറുതായൊന്ന് ജാഥ നടത്താനാണെങ്കിലും. കാരണം കോൺഗ്രസിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഫലപ്രദമായിട്ട് അവർക്ക് മത്സരിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കർണാടകമാണ്, മറ്റൊരു സംസ്ഥാനം ഗുജറാത്താണ്, പിന്നെ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെയെല്ലാം ഉള്ള അവസ്ഥ വളരെ വളരെ ദയനീയമാണെന്ന് നമുക്ക് കണ്ടതാണ്. ഇപ്പോഴത്തന്നെ തർക്കം പ്രശ്നമുണ്ട്. ഞാൻ തർക്കത്തിലല്ല ഊന്നാൻ ഉദ്ദേശിക്കുന്നത്. അവരവിടെ ഗവൺമെൻറ് രൂപീകരിക്കണം, BJPക്ക് ബദലായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കണം. MLA-മാരെ വിലക്ക് വാങ്ങാനുള്ള ശേഷി BJPക്ക് ഉണ്ട് എന്ന് മുമ്പ് തന്നെ മനസ്സിലായതാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഗോവ. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ 8 MLA-മാരെ ഭാരത് ജോഡോ ജാഥ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പിടിച്ചത്. അപ്പോൾ നല്ല കരുതൽ വേണം, നല്ല ജാഗ്രത വേണം. കോൺഗ്രസ് അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകണം. ശരിയാണ്, നിങ്ങൾ MLA-മാരെ വിലയ്ക്ക് വാങ്ങില്ല. വിലയ്ക്ക് വാങ്ങുകയും വിലയ്ക്ക് വാങ്ങാനൊന്നും നിങ്ങളെ കിട്ടില്ല, അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ വിലക്കെടുക്കുകയാണ് ചെയ്യുന്നത്. വിലക്കെടുക്കുന്നത് എടുപ്പ് എന്ന് പറഞ്ഞാൽ മതി, അതാണ് കൂടുതൽ എളുപ്പം. എടുപ്പെന്ന് പറഞ്ഞാൽ സാധാരണ എടുപ്പല്ല. എവിടുന്നൊക്കെ കടം എടുത്തിട്ടുണ്ടെന്നുള്ളത് ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ അറിയൂ. കേട്ട് പഠിക്കൂ കോൺഗ്രസ്സുകാരെ, വലിയൊരു താത്വിക ആചാര്യനാണ് ഈ പറയുന്നത്. ഇനി മുതൽ ഇദ്ദേഹം നിങ്ങൾക്കും ക്ലാസ് എടുക്കും. ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ, ഓഫ്ലൈൻ ആണെങ്കിൽ അങ്ങനെ. ഒരു പാഠം പഠിപ്പിച്ചിട്ടേ അദ്ദേഹം നിങ്ങളെ വിടൂ. അതായത് ഉപദേശിച്ചൊരു വഴിക്കാക്കുക. സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരി ഇന്ത്യ ഇന്ന് മുന്നോട്ടേക്ക് വെക്കുന്ന BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് ഊന്നൽ കൊടുക്കാൻ കഴിയണം. കോൺഗ്രസ്സിന് പലപ്പോഴും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിലെയും BJP വിരുദ്ധ വോട്ടുകളെല്ലാം കേന്ദ്രീകരിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ സംസ്ഥാന പാർട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഐക്യം രൂപപ്പെടണം. ശരിക്കും ഇങ്ങേരിന് കോൺഗ്രസ് ആയോ? അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി, ഇനിയിപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് സുരക്ഷിതമായൊരു താവളം വേണം. അതിനായുള്ള മുൻകൂർ ജാമ്യങ്ങളും ഒക്കെയാണിത്. അല്ലെ തന്നെ എന്തിനാണ് ആ വണ്ടിയിൽ ഇങ്ങനെ കിടന്ന് തൂങ്ങുന്നത്? അതിപ്പോൾ ഒരു നാഥനില്ലാ കളരിയാണ്. അതായത് നാഥനാവേണ്ടവനാണ് ഇവിടെ നിന്ന് മറ്റൊരു പാർട്ടിക്ക് വളർന്നു വരാനുള്ള ഉപദേശമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ പാർട്ടിയിൽ ഈ ഉപദേശങ്ങളൊന്നും കേൾക്കാൻ ആളില്ലെന്നും നമുക്ക് ഊഹിക്കാം. അല്ലെ തന്നെ ഇത്ര നാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരംഗവും, എന്തിന് ഈ താഴത്തെ ഒരു അണി പോലും കോൺഗ്രസിൻ്റെ നന്മ അല്ലെ കോൺഗ്രസിൻ്റെ ഭാവി ഒന്നും ഇത്രയ്ക്ക് ആഗ്രഹിച്ച് കാണില്ല. നിങ്ങൾ എന്നാലും ഇദ്ദേഹത്തെ ഇത്ര നാളും തിരിച്ചറിയാതെ പോയല്ലോ കോൺഗ്രസ്സുകാരെ. അതിപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊരു രൂപപ്പെട്ട് വരുന്ന ഒരു ഐക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്നും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. കർണാടകത്തിൽ നമ്മൾ കണ്ടു, കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വലിയ കലാപമായിരുന്നു, വലിയ രീതിയിലുള്ള അടിയായിരുന്നു, ഓഫീസിൻ്റെ മുമ്പിലേക്ക് മാർച്ചായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് BJPയെ തോൽപ്പിക്കാൻ.
അപ്പോൾ BJP യെ തോൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്നുള്ളത് ഓരോ സംസ്ഥാനത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട BJP വിരുദ്ധ ശക്തികളെയാണ്. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ഏതാണ് ആ ശക്തി? അതെ, കോൺഗ്രസ് തന്നെയാണ് ആ ശക്തി. നിങ്ങളെ കൊണ്ടേ ഒക്കുകയുള്ളൂ, നിങ്ങൾക്കേ കഴിയുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് ഒന്നും കഴിയില്ലെന്നും നിങ്ങൾ കുറച്ചുകൂടി നന്നാവണമെന്നും ഇനിയും നിങ്ങൾ നന്നാവാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അദ്ദേഹം. ചങ്കിൽ കൊണ്ടുള്ള പറച്ചിലുകളായിട്ട് കാണൂ കോൺഗ്രസ്സുകാരെ. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവെന്ന് പറയും. അതാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത കാര്യം. അതിനെ യോജിപ്പിക്കാനും കൂട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കണം. അതിന് വളരെ ഫലപ്രദമായ ഒരു മുൻകൈ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അവരെല്ലാം ജയിലിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുപോകാനാണല്ലോ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായിട്ട് അറിയാം. കോൺഗ്രസിനുള്ള സ്വാധീനവും നമുക്കറിയാം. അവരുടെ സ്വാധീനവും നമുക്ക് ഉപയോഗിക്കണം. കോൺഗ്രസ്സുകാരെ, ഇനിയെങ്കിലും അദ്ദേഹത്തെ ശത്രുവായി കാണല്ലേ. ചങ്കാണിയാൾ, മുത്താണിയാൾ. തിരിച്ചറിയാതെ പോകുന്ന സ്നേഹം ഒരു കാലത്ത് നിങ്ങളെ തീരാ ദുഃഖത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. അതെ, എനിക്കിപ്പോൾ അതേ പറയാനുള്ളൂ. നന്ദി.